Hi students, welcome to the 12th class of linear algebra. In this class, we are discussing two problems. First problem, let V be the real vector space of all polynomial functions from R into R of degree 2 or less. That is, the space all functions of the form f of x is equal to c0 plus c1x plus c2x square. Let t be a real number and define g1 of x is equal to 1, g2 of x is equal to x plus t, g3 of x is equal to x plus t whole square. Then prove that b is equal to script b is equal to set g1, g2, g3 is a basis for v. First നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് സ്ക്രിപ്റ്റ് ബി സെറ്റ് g1, g2, g3 എന്ന് പറയുന്നത് ബേസിസ് ഓഫ് v ആണെന്ന് ഫസ്റ്റ് പ്രൂവ് ചെയ്യണം. സെക്കൻഡ്, if f of x is equal to c0 plus c1x plus c2x square, what are the coordinates of f in this ordered basis script b? ഇവിടെ ക്വസ്റ്റ്യനിൽ v എന്ന് പറഞ്ഞ ഒരു വെക്ടർ സ്പേസ് ഓഫ് ഓൾ പോളിനോമിയൽ ഫംഗ്ഷൻ ഫ്രം r ഇൻറ്റു r എന്ന് പറഞ്ഞിട്ടുണ്ട്, ഓഫ് ഡിഗ്രി 2 ഓർ ലെസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇവിടെ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു c0 പ്ലസ് c1x പ്ലസ് c2x സ്ക്വയർ എന്ന് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അതുപോലെ തന്നെ g1 ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1, g2 ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു x പ്ലസ് t, g3 ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു x പ്ലസ് t ഹോൾ സ്ക്വയർ എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് സ്ക്രിപ്റ്റ് ബി ഇസ് ഈക്വൽ ടു സെറ്റ് g1, g2, g3 ഈസ് എ ബേസിസ് ഫോർ വി എന്ന് പ്രൂവ് ചെയ്യണം. ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് സ്ക്രിപ്റ്റ് ബി ഈക്വൽ ടു സെറ്റ് g1, g2, g3 എന്ന് പറയുന്നത് വിന്റെ ഒരു ബേസിസ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ആൽഫ സ്ക്രിപ്റ്റ് ബി കണ്ടുപിടിക്കണം, അതായത് കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം. ഓക്കെ, ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് എന്തൊക്കെ ചെയ്യണം? ബേസിസ് ആണെങ്കിൽ എന്തൊക്കെ ചെയ്യേണ്ടി വരും? ഇത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അതുപോലെ തന്നെ സ്പാൻ ഓഫ് സ്ക്രിപ്റ്റ് ബി അല്ലെ, സ്പാൻ ഓഫ് സ്ക്രിപ്റ്റ് ബി എന്ന് പറയുന്നത് ഈക്വൽ ടു വി ആണെന്ന് പ്രൂവ് ചെയ്യണം. ഈ രണ്ടും ഓക്കെ ആയി കഴിഞ്ഞാൽ അത് ബേസിസ് ആയിരിക്കും. ബേസിസ് ആണെങ്കിൽ ഓർഡേർഡ് ബേസിസ് ആയിരിക്കും. സെക്കൻഡ് പാർട്ടിൽ നമുക്ക് കോർഡിനേറ്റ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പൊ ബേസിസിന്റെ ഇവിടെ കോർഡിനേറ്റ്സ് ആയിട്ട് വരിക ഏതൊക്കെയാണ്? k1, k2, k3 ഇതിന്റെ വാല്യൂസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് ഓൾറെഡി ഫസ്റ്റ് പാർട്ടിൽ കണ്ടെത്തും. അതിനുശേഷം അതിനെ നമുക്ക് ഈ ഫോമില്, അതായത് ആൽഫ സ്ക്രിപ്റ്റ് ബീറ്റ ഈക്വൽ ടു ഇങ്ങനെ എഴുതാം. മെട്രിക്സ് കോളം വൈസിൽ k1, k2, k3 എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ഈ വാല്യൂസ് ഒക്കെ കണ്ടുപിടിച്ചിട്ട് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിക്വയർഡ് ആൻസർ ആവും. ഓക്കെ, അത് ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ബേസിസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ g1 ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1, g2 ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു x പ്ലസ് t, g3 ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു x പ്ലസ് t ഹോൾ സ്ക്വയർ. ഓക്കെ, ഇനി കൺസിഡർ ദ റിലേഷൻ c1 g1 പ്ലസ് c2 g2 പ്ലസ് c3 g3 ഈക്വൽ ടു 0. ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അതിന്റെ മീനിങ് c1 g1 പ്ലസ് c2 g2 പ്ലസ് c3 g3 ഈക്വൽ ടു 0. ദാറ്റ് ഇംപ്ലൈസ് നമുക്ക് എന്ത് കിട്ടണം? c1 is equal to 0, c2 is equal to 0, c3 is equal to 0 എന്ന് കിട്ടണം. അപ്പൊ അതാണ് പ്രൂവ് ചെയ്യണത്. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് c1 ഇൻറ്റു g1ന്റെ പ്ലേസിൽ എന്തെഴുതാം? g1ന്റെ വില 1 ആണ്, അത് കൊടുത്തു. പ്ലസ് c2 ഇൻറ്റു g2 എന്ന് പറയുന്നത് x പ്ലസ് ടി ആണ്, അത് കൊടുത്തു. പ്ലസ് c3 ഇൻറ്റു g3 എന്ന് പറയുന്നത് x പ്ലസ് ടി ഹോൾ സ്ക്വയർ ആണ്, അത് കൊടുത്തു. ദാറ്റ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ് പ്ലസ് ചെയ്യുന്ന 0 പ്ലസ് 0x പ്ലസ് 0x സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് എഴുതാണ്. That implies c1 into 1 plus c2 into x plus t plus c3 into x plus t whole square എന്ന് പറഞ്ഞാൽ നമുക്കറിയാം x square plus 2xt plus t square എന്നാണ്. എക്സ്പാൻഷൻ അവിടെ കൊടുക്കുക. That is equal to 0 plus 0x plus 0x square എന്ന് എഴുതി. ഓക്കെ, ഇനി ഒന്ന് എക്സ്പാൻഡ് ചെയ്യെല്ലാം. അപ്പൊ c1 പ്ലസ് ഇവിടെ c2 into x, c2x, c2 into t, c2t plus c3 into x square, c3 into 2xt, that is 2c3xt plus c3 into t square. Okay, that is equal to 0 plus 0x square. Okay. Next step xന്റെ ടേം ഒരുമിച്ച് എക്സ് സ്ക്വയറിന്റെ ടേം ഒരുമിച്ച് കോൺസ്റ്റന്റ് ടേം ഒരുമിച്ച്. അപ്പൊ ഇവിടെ കോൺസ്റ്റന്റ് ടേം വരുന്നത് c1 വരും, പിന്നെ c2t എന്ന് പറഞ്ഞിട്ട് വരും, പിന്നെ c3 t സ്ക്വയർ.
അത് ഒരുമിച്ച് എഴുതി, ഒറ്റ ഒന്നായിട്ട് എഴുതി. ഓക്കെ, ദെൻ നെക്സ്റ്റ് എഴുതേണ്ട എക്സ് ടേം ആണ്. ഇവിടെ C2x ഉണ്ട്. ഓക്കെ, അടുത്തത് 2C3xt ഉണ്ട്. അത് ഒരുമിച്ച് എഴുതി കഴിഞ്ഞാൽ നമുക്ക് വരിക C2 പ്ലസ് 2TC3 ഇൻറ്റു എക്സ് എന്ന് വരും. പ്ലസ് ഇനി എക്സ് സ്ക്വയർ ടേം എന്താണ്? C3 ആണ്. നമുക്ക് എക്സ് സ്ക്വയർ ഇൻറ്റു C3 എന്ന് എഴുതാം. ദാറ്റ് ഇസ് ഈക്വൽ ടു 0 പ്ലസ് 0x പ്ലസ് 0x സ്ക്വയർ. ഇനി കമ്പയർ ചെയ്യാണ്. എക്സിന്റെ കോയഫിഷ്യന്റ്, എക്സ് സ്ക്വയറിന്റെ കോയഫിഷ്യന്റ്, കോൺസ്റ്റന്റ് ടേം. രണ്ട് സൈഡും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക C1 പ്ലസ് C2t പ്ലസ് C3t സ്ക്വയർ ഇസ് ഈക്വൽ ടു 0 എന്ന് വരും. അപ്പൊ എഴുതി C1 പ്ലസ് C2t പ്ലസ് C3t സ്ക്വയർ ഇസ് ഈക്വൽ ടു 0. ഓക്കെ, പിന്നെ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് വരിക എന്താണ്? എക്സിന്റെ ടേം ആണ്. അപ്പോൾ C2 പ്ലസ് 2TC3 ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് എഴുതാം C2 പ്ലസ് 2TC3 ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഓക്കെ, ദെൻ അടുത്ത എക്സ് സ്ക്വയറിന്റെ ടേം എന്ത് വരും? C3 ഇസ് ഈക്വൽ ടു 0 എന്ന് വരും. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് C3 ഇസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം. ഫസ്റ്റ് ഇക്വേഷന് A എന്ന് കൊടുക്കുക, സെക്കൻഡ് ഇക്വേഷന് B കൊടുക്കുക, തേർഡ് ഇക്വേഷന് C എന്ന് കൊടുക്കുക. സോൾവ് ചെയ്യുക. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ C3 ഈക്വൽ ടു 0 ആണല്ലോ. അപ്പൊ ഇക്വേഷൻ ബിയിൽ ആ വില കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് C2 പ്ലസ് 2t ഇൻറ്റു 0, C3യുടെ വില 0 കൊടുക്കുക, ദാറ്റ് ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതാൻ. ദാറ്റ് ഇംപ്ലൈസ് വി ഗെറ്റ് C2 ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പൊ C2ന്റെ വില 0 കിട്ടി, C3 0 ആണ് ഓൾറെഡി. ഓക്കെ, ഇനി നമുക്ക് കാണേണ്ടത് എന്താ? C1 0 ആണെന്നും കൂടി ചെക്ക് ചെയ്യണം. ഇപ്പൊ C2 ഈക്വൽ ടു 0, C3 ഈക്വൽ ടു 0 കിട്ടി. ഈ വാല്യൂ ഇക്വേഷൻ എയിൽ കൊടുക്കുക. ഇക്വേഷൻ എയിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? ഇക്വേഷൻ എ ഇംപ്ലൈസ് വി ഗെറ്റ് C1 പ്ലസ് C2 0 ആണ്, അപ്പൊ 0 എഴുതി, പ്ലസ് C3 0 ആണ്, ദാറ്റ് ഇസ് ഈക്വൽ ടു 0. ദാറ്റ് ഇംപ്ലൈസ് വി ഗെറ്റ് C1 ഇസ് ഈക്വൽ ടു 0. ഇപ്പൊ എന്തൊക്കെ കിട്ടി? C1 ഈക്വൽ ടു 0, C2 ഈക്വൽ ടു 0, C3 ഈക്വൽ ടു 0 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം C1 G1 പ്ലസ് C2 G2 പ്ലസ് C3 G3 ഈക്വൽ ടു 0. ദാറ്റ് ഇംപ്ലൈസ് C1 ഇസ് ഈക്വൽ ടു C2 ഇസ് ഈക്വൽ ടു C3 ഈക്വൽ ടു 0. Therefore, set G1, G2, G3 are linearly independent എന്ന് പ്രൂവ് ചെയ്തു. ഇനി നെക്സ്റ്റ് പ്രൂവ് ചെയ്യേണ്ടത് എന്താ? സ്പാൻ ഓഫ് സ്ക്രിപ്റ്റ് B is equal to V എന്ന് പ്രൂവ് ചെയ്യണം. Let C0 plus C1x plus C2x square belongs to V. We write C0 plus C1x plus C2x square is equal to K1 G1 plus K2 G2 plus K3 G3. Putting it as equation number D. Okay, we write here K1 into, we know that G1 is equal to 1 plus K2 into G2 x plus T plus K3 into, here G3 is x square plus 2tx plus T square. Okay. G1, G2, G3 വാല്യൂസ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടെ കൊടുക്കുക. ഓക്കെ, ഇനി എക്സ്പാൻഡ് ചെയ്തിട്ട് അറേഞ്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് എഴുതാം K1 പ്ലസ് K2 ഇൻറ്റു എക്സ് പ്ലസ് K2 ഇൻറ്റു ടി പ്ലസ് K3 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് K3 ഇൻറ്റു 2tx. വി റൈറ്റ് 2K3tx പ്ലസ് K3 ഇൻറ്റു ടി സ്ക്വയർ. ഓക്കെ, ഇനി ഇവിടെ എക്സിന്റെ ടേം, എക്സ് സ്ക്വയറിന്റെ ടേം, കോൺസ്റ്റന്റ് ടേം ഒരുമിച്ച് എഴുതാം. ഇവിടെ കോൺസ്റ്റന്റ് ടേം വരെ K1 പ്ലസ് K2t പ്ലസ് K3t സ്ക്വയർ ഒരുമിച്ച് എഴുതി. ഓക്കെ, ദെൻ എക്സ് ടേം എഴുതാം. എക്സ് ടേം വരാം K2 വരും, പിന്നെ വരാം 2K3t x എന്ന് വരും. K2 പ്ലസ് 2K3t x. ദെൻ എക്സ് സ്ക്വയർ ടേം ഹിയർ ഈസ് K3 x സ്ക്വയർ. ഓക്കെ, ഇനി കമ്പയർ ചെയ്യുക ബോത്ത് സൈഡ്. എക്സിന്റെ കോയഫിഷ്യന്റ് കമ്പയർ ചെയ്യുക, എക്സ് സ്ക്വയറിന്റെ കോയഫിഷ്യന്റ് കമ്പയർ ചെയ്യുക, അതുപോലെ കോൺസ്റ്റന്റ് ടേം കമ്പയർ ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് വരും? ഇവിടെ കോൺസ്റ്റന്റ് ടേം എന്ന് പറയുന്ന ഈ പോർഷൻ ആണ്. അപ്പൊ K1 പ്ലസ് K2t പ്ലസ് K3t സ്ക്വയർ ഇസ് ഈക്വൽ ടു C0 എന്ന് എഴുതാം. ഓക്കെ, എഴുതി. ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എഴുതേണ്ടത് എക്സിന്റെ കോയഫിഷ്യന്റ് ആണ്. K2 പ്ലസ് 2K3t, ഇവിടെ വരുന്നത് C1 ആണ്. അപ്പൊ C1 ഇസ് ഈക്വൽ ടു K2 പ്ലസ് 2K3t, പുട്ടിംഗ് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 2. തേർഡ് ടേം എക്സ് സ്ക്വയർ കോയഫിഷ്യന്റ് ആണ്. അപ്പൊ K3 ഇസ് ഈക്വൽ ടു C2 എന്ന് കിട്ടും. ദാറ്റ് ഇസ് വി റൈറ്റ് C2 ഇസ് ഈക്വൽ ടു K3 എന്ന് കിട്ടും. പുട്ടിംഗ് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 3. ഇനി ഇക്വേഷൻ 1, 2, 3 സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ K1, K2, K3ന്റെ വാല്യൂ കണ്ടുപിടിക്കുക. 1, 2, 3 സോൾവ് ചെയ്യാണ്. ഇവിടെ K3 ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? C2 എന്ന് കിട്ടും. ഫ്രം ഇക്വേഷൻ 3 വി റൈറ്റ് K3 ഇസ് ഈക്വൽ ടു C2. ഓക്കെ, ഇനി ഇക്വേഷൻ 2ല് K3യുടെ വില കൊടുക്കുക. അപ്പൊ നമുക്ക് എന്ത് വരും? ഇക്വേഷൻ 2 ഇംപ്ലൈസ് C1 ഇസ് ഈക്വൽ ടു K2 പ്ലസ് ഇവിടെ 2K3t ആണ്, K3 C2 ആണ്. അപ്പൊ 2C2t. ഓക്കെ, ഫ്രം ദിസ് വി റൈറ്റ് K2 is equal to C1 minus
2C2T. അപ്പോൾ K2ൻ്റെ വാല്യൂം കിട്ടി. ഇനി ഇക്വേഷൻ 1-ൽ K2ൻ്റെയും K3ൻ്റെയും വില കൊടുക്കുക. അപ്പോൾ നമുക്ക് K1 കിട്ടും. ഇക്വേഷൻ 1 implies C0 is equal to K1 plus, here K2, value of K2 C1 minus 2C2T. Okay, substitute here C1 minus 2C2T into T. Okay, plus here K3 C2. So we write C2T square. That is equal to, we write K1 plus C1 into T, that is C1T, okay, minus 2C2T into T, that is 2C2T square plus C2T square, okay. That is equal to, we write K1 plus C1T, here minus 2C2T square plus C2T square, we write here minus C2T square, okay. Now we get C0 is equal to K1 plus C1T minus C2T square. From this we write K1 is equal to C0 minus C1T, okay, plus C2T square. Now we get K1 is equal to C0 minus C1T plus C2T square. K2 is equal to C1 minus 2C2T and K3 is equal to C2. Next we substitute the value of K1, K2, K3 in equation D. Okay, so ഇക്വേഷൻ ഡിയിൽ K1ൻ്റെയും K2ൻ്റെയും K3യുടെയും വില കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാം C0 പ്ലസ് C1x പ്ലസ് C2x സ്ക്വയർ ഇസ് ഈക്വൽ ടു K1 G1 എന്നാണ്. അപ്പോൾ K1ന്റെ വില C0 മൈനസ് C1T പ്ലസ് C2T സ്ക്വയർ ഇൻറ്റു G1 എന്ന് വരും. പിന്നെ K2ന്റെ വില എന്ന് പറയുന്നത് C1 മൈനസ് 2C2T G2. അതുപോലെ തന്നെ K3യുടെ വില എന്ന് പറഞ്ഞാൽ C2 ആണ്. അപ്പോൾ C2 G3 എന്ന് എഴുതാൻ പറ്റും. ഇപ്പം നമുക്ക് എന്ത് പറയാം? സ്പാൻ ഓഫ് സ്ക്രിപ്റ്റ് ബി ഇസ് ഈക്വൽ ടു വി എന്ന് പറയാം. അപ്പോൾ എന്ത് കിട്ടി? ബി ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് കിട്ടി. സ്പാൻ ഓഫ് ബി ഇസ് ഈക്വൽ ടു വി എന്ന് കിട്ടി. ദെർഫോർ സ്ക്രിപ്റ്റ് ബി ഈസ് ആൻ ഓർഡേർഡ് ബേസിസ് എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഈ പ്രോബ്ലത്തിന്റെ സെക്കൻഡ് പാർട്ടിൽ പറഞ്ഞിരിക്കുന്നത് കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാനാണ്. കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും? എന്തിന്റെ വിലകളായിരിക്കും വരിക? ഇവിടെ K1ന്റെ K2ന്റെ K3ന്റെ വിലകളായിട്ടാവും കോർഡിനേറ്റ്സ് വരിക. നമുക്ക് അപ്പം നെക്സ്റ്റ് എഴുതാം. കോർഡിനേറ്റ്സ് ഓഫ് എഫ് ഇൻ ദ ഓർഡേർഡ് ബേസിസ് സ്ക്രിപ്റ്റ് ബി ഈസ് ആൽഫ സ്ക്രിപ്റ്റ് ബീറ്റ. ഓക്കെ, ദാറ്റ് ഇസ് ഈക്വൽ ടു എങ്ങനെ വരിക? മെട്രിക്സ് K1, K2, K3 ആണ് കോർഡിനേറ്റ്സ് ആയിട്ട് വരിക. K1ന് വില കിട്ടിയിട്ടുണ്ട്, K2നും K3ക്കും വില കിട്ടിയിട്ടുണ്ട്. ആ വിലകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഇസ് ഈക്വൽ ടു, വി റൈറ്റ് മെട്രിക്സ് K1ന്റെ വില C0 മൈനസ് C1T പ്ലസ് C2T സ്ക്വയർ ആണ്. K2ന്റെ വില C1 മൈനസ് 2C2T ആണ്. K3 എന്ന് പറയുന്നത് C2 ആണ്. അപ്പൊ ഇതായിരിക്കും കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? സെക്കൻഡ് പ്രോബ്ലം. Let V be the vector space over the complex number of all functions from R into C. The space of all complex valued functions on the real line. Let f1 of x is equal to 1, f2 of x is equal to e raised to ix, f3 of x is equal to e raised to minus ix. A part, prove that f1, f2, f3 are linearly independent. Second part, let g1 of x is equal to 1, g2 of x is equal to cos x, g3 of x is equal to sin x. Find an invertible 3x3 matrix P such that gi is equal to sigma I running from 1 to 3 Pij fi. ഇവിടെ ക്വസ്റ്റ്യൻ രണ്ട് പാർട്ടായിട്ടാണ്. എ പാർട്ടിൽ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് F1, F2, F3 ആർ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. അവിടെ F1 of x is equal to 1, F2 of x is equal to e raised to ix, F3 of x is equal to e raised to minus ix എന്ന് തന്നിട്ടുണ്ട്. കാണേണ്ടത് F1, F2, F3 ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്നാണ് എ പാർട്ടിൽ പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ബി പാർട്ടിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് തന്നിട്ടുള്ളത് G1 of x തന്നിട്ടുണ്ട് 1 ആണ്, G2 of x cos x ആണ്, G3 of x is equal to sin x എന്നാണ്. Find an invertible 3x3 matrix P such that Gj is equal to sigma I running from 1 to n Pij fi. അപ്പോൾ നമുക്കൊരു ഇൻവെർട്ടിബിൾ 3x3 മെട്രിക്സ് കണ്ടുപിടിക്കണം. ഓക്കെ, സെക്കൻഡ് പാർട്ടിൽ അതാണ് ചെയ്യേണ്ടത്. എ പാർട്ടിൽ ചെയ്യേണ്ടത് F1, F2, F3 ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്നാണ്. അപ്പോൾ F1 of x is equal to 1, F2 of x is equal to e raised to ix, F3 of x is equal to e raised to minus ix എന്ന് എഴുതി. Okay, then we write C1 F1 plus C2 F2 plus C3 F3 is equal to 0 എന്ന് എഴുതാം. That is, we write it as 0 plus I0. Okay,
ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് C1 ഈക്വൽ ടു C2 ഈക്വൽ ടു C3 ഈക്വൽ ടു 0 എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, സോ വി റൈറ്റ് ഹിയർ C1 into F1 here is 1. C1 into 1 plus C2 into F2 we write e raised to ix. C2 into e raised to ix plus C3 into F3 here is e raised to minus ix. Okay, so we write here C3 into e raised to minus ix equal to 0 plus I0. Okay, we know that e raised to ix is equal to cos x plus I sin x. Okay, so we write here C1 plus C2 into e raised to ix we write cos x plus I into sin x plus C3 into here we write it as C3 into cos x minus I sin x that is equal to 0 plus I0. Expand ചെയ്യപ്പോൾ നമുക്ക് വരിക C1 plus C2 into cos x plus I into C2 into sin x plus C3 into cos x minus C3 into I sin x. We write it as I C3 sin x that is equal to 0 plus I0. ആദ്യം C1 എഴുതി പ്ലസ് C2 cos x ഉണ്ട്, C3 cos x ഉണ്ട്. അപ്പോൾ cos x കോമൺ ആണ്, അപ്പോൾ C2 പ്ലസ് C3 cos x എന്ന് എഴുതാം. അപ്പോൾ റിയൽ പാർട്ട് ഇതായി. ഓക്കെ, ഇനി ഇമാജിനറി പാർട്ടിൽ നോക്കുക, ഈ ഒരു പോർഷൻ ഉണ്ട്, ഇതുമുണ്ട്. അപ്പൊ I പുറത്തേക്ക് എടുക്കാം, രണ്ടിലും sin x കോമൺ ആണ്. അപ്പോൾ വരിക C2 മൈനസ് C3 sin x എന്ന് വരും ഈക്വൽ ടു 0 പ്ലസ് I0. ഇനി ബോത്ത് സൈഡ് കമ്പയർ ചെയ്യുക, റിയൽ പാർട്ട് കമ്പയർ ചെയ്യുക, ഇമാജിനറി പാർട്ട് കമ്പയർ ചെയ്യുക. കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? റിയൽ പാർട്ട് ഇവിടെ C1 പ്ലസ് C2 പ്ലസ് C3 cos x എന്ന് വരും. ദാറ്റ് ഇസ് ഈക്വൽ ടു 0. അപ്പൊ നമുക്ക് എഴുതാം C1 പ്ലസ് C2 പ്ലസ് C3 cos x is equal to 0. Putting it as equation number 1. Okay. Next imaginary part compare ചെയ്യുമ്പോൾ എന്ത് വരും? C2 minus C3 into sin x equal to 0 എന്ന് വരും. അപ്പൊ നമുക്ക് എഴുതാം C2 minus C3 into sin x equal to 0. Putting it as equation number 2. Okay. Next ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ഇക്വേഷൻ 1ല് x is equal to 0 എന്ന് കൊടുക്കുക, അതുപോലെ ഇക്വേഷൻ 2ല് x is equal to 0 എന്ന് കൊടുക്കുക. ഇക്വേഷൻ 1ല് x is equal to 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ cos 0 that is 1. അപ്പൊ നമുക്ക് കിട്ടുക C1 plus C2 plus C3 equal to 0 എന്നാണ്. C1 plus C2 plus C3 equal to 0 എന്ന് കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ഇക്വേഷൻ 2ല് എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ സംഭവിക്കും സൈൻ 0 0 ആണ്, അപ്പൊ ടേം ഇല്ല. ഓക്കെ, നമുക്ക് എക്സ് ഇസ് ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ എന്തേ കിട്ടുള്ളൂ? C1 പ്ലസ് C2 പ്ലസ് C3 ഈക്വൽ ടു 0 എന്ന് വരും. ഇനി എക്സ് ഇസ് ഈക്വൽ ടു π/2 എന്നുള്ള വാല്യൂ ഇക്വേഷൻ 1ലും കൊടുക്കുക, ഇക്വേഷൻ 2ലും കൊടുക്കുക. ഇക്വേഷൻ 1ൽ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ വരിക കോസ് π/2 ആണ്. കോസ് π/2 എന്താണ്? 0 ആണ്. അപ്പൊ ഈ ടേം കംപ്ലീറ്റ് 0 ആവും. ബാക്കി ഉണ്ടാവും എന്താണ്? C1 ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ ഇക്വേഷൻ 2ല് എക്സിന്റെ പ്ലേസിൽ π/2 കൊടുക്കുക. അപ്പൊ സൈൻ π/2 എന്താണ്? 1 ആണ്. അപ്പൊ വി ഗെറ്റ് C2 മൈനസ് C3 ഈക്വൽ ടു 0 എന്ന് വരും. C2 മൈനസ് C3 ഈക്വൽ ടു 0 എന്ന് വരും. ഓക്കെ, ഒന്നത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക C2 ഇസ് ഈക്വൽ ടു C3 എന്ന് എഴുതാം. C2 ഇസ് ഈക്വൽ ടു C3 എന്ന് എഴുതാം. ഓക്കെ, ഇനി ഈ വാല്യൂം C1 ഇസ് ഈക്വൽ ടു 0 എന്നുള്ള വാല്യൂം ഇക്വേഷൻ 1ൽ കൊടുക്കുക. അപ്പൊ C1ന്റെ വില 0 ആണ്. ഇക്വേഷൻ 1 ഇംപ്ലൈസ് നമുക്ക് എന്ത് വരും? C1ന്റെ വില 0 വരും പ്ലസ് C2 അങ്ങനെ തന്നെ എഴുതി. C3ക്ക് എന്ത് കൊടുക്കാൻ പറ്റും? C2 എന്ന് കൊടുക്കാം. C2 ഈക്വൽ ടു 0 എന്ന് വരും. ദാറ്റ് ഈസ് വി റൈറ്റ് 2C2 ഈക്വൽ ടു 0 എന്ന് വരും. C2 ഈക്വൽ ടു വി റൈറ്റ് 0. അപ്പൊ C2 ഈക്വൽ ടു 0 കിട്ടിയിട്ടുണ്ട്. C1 ഇസ് ഈക്വൽ ടു 0 എന്ന് അറിയാം. ഇനി C3യുടെ വിലയാണ് കാണേണ്ടത്. നമുക്കറിയാം C2 ഈക്വൽ ടു C3 ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? C2 ഇവിടെ 0 ആണല്ലോ, അപ്പൊ ഓട്ടോമാറ്റിക്കലി C3 ഇസ് ഈക്വൽ ടു 0 എന്ന് വരും. അപ്പൊ C1 ഇസ് ഈക്വൽ ടു 0, C2 ഇസ് ഈക്വൽ ടു 0, C3 ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് എന്ത് പറയാം? F1, F2, F3 ആർ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, സെറ്റ് F1, F2, F3 ആർ ലീനിയർലി ഇൻഡിപെൻഡന്റ് എന്ന് നമുക്ക് പറയാം. ഫസ്റ്റ് പാർട്ട് ഓക്കെ ആയി. ഇനി ബി പാർട്ടാണ് കാണേണ്ടത്. ബി പാർട്ടിൽ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് ആൻഡ് ഇൻവെർട്ടിബിൾ 3/3 മെട്രിക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമുക്ക് തന്നിട്ടുണ്ട് G1 of x is equal to 1 ആണ്, G2 of x is equal to cos x ആണ്, G3 of x is equal to sin x ആണെന്ന്. ഫസ്റ്റ് we consider G1 is equal to 1. Okay, that is we write G1 is equal to C1 F1 plus C2 F2 plus C3 F3 എന്ന് എഴുതാം. G1 is equal to 1. Okay, that is equal to we write C1 F1 plus C2 F2 plus C3 F3. ഓക്കെ, നമുക്കറിയാം F1ന്റെ വാല്യൂം F2ന്റെ വാല്യൂം F3ന്റെ വാല്യൂ എന്താണെന്ന് അറിയാം. അതവിടെ കൊടുത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നേരത്തെ അറേഞ്ച് ചെയ്ത ടേം പറയാം.
എ പാർട്ടിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് C1F1 പ്ലസ് C2F2 പ്ലസ് C3F3 എന്നുള്ളത് ഈ ഫോമിൽ C1 പ്ലസ് C2 പ്ലസ് C3 cos x പ്ലസ് I ഇൻറ്റു C2 മൈനസ് C3 sin x എന്നുള്ളത്. അവിടെ 0 പ്ലസ് I0 എന്ന് എഴുതിയിരുന്നത്, ഇവിടെ G1 ഇസ് ഈക്വൽ ടു 1 ആണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ദാറ്റ് ഇസ് ഈക്വൽ ടു 1 എന്ന് എഴുതാം. 1 എന്ന് പറഞ്ഞാൽ 1 പ്ലസ് I0 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും കമ്പയർ ചെയ്യാണ്. കമ്പയർ ചെയ്യുമ്പോൾ എന്ത് വരും? ഇത് ഈക്വൽ ടു 1 വരും, ഇത്രയും പാർട്ട് ഇസ് ഈക്വൽ ടു 0 എന്ന് വരും. കമ്പയർ ചെയ്ത് നമുക്ക് വരും C1 പ്ലസ് C2 പ്ലസ് C3 cos x ഇസ് ഈക്വൽ ടു 1 വരും. അതുപോലെ C2 മൈനസ് C3 sin x ഇസ് ഈക്വൽ ടു 0 എന്ന് വരും. ഇനി ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ x ഇസ് ഈക്വൽ ടു 0 എന്ന് രണ്ട് ഇക്വേഷനിലും കൊടുക്കുക. അപ്പം നമുക്ക് എന്ത് വരും നോക്കാം. അതുപോലെ തന്നെ x ഇസ് ഈക്വൽ ടു π/2 രണ്ട് ഇക്വേഷനിൽ കൊടുക്കുക, നേരത്തെ കൊടുത്ത പോലെ. അപ്പോൾ വരിക x ഇസ് ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ ഇവിടെ cos 0 എന്താണ്? 1 ആണ്. അപ്പോൾ വരിക C1 പ്ലസ് C2 പ്ലസ് C3 ഇസ് ഈക്വൽ ടു 1 വരും. അതുപോലെ തന്നെ sin 0 എന്ന് പറഞ്ഞാൽ 0, അപ്പോൾ ഈ ടേം ഉണ്ടാവില്ല. അപ്പോൾ x ഇസ് ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുക C1 പ്ലസ് C2 പ്ലസ് C3 ഇസ് ഈക്വൽ ടു 1 കിട്ടും. നെക്സ്റ്റ് x ഇസ് ഈക്വൽ ടു π/2 കൊടുക്കുകയാണെങ്കിൽ cos π/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 0 ആണെന്ന്. അപ്പോൾ അവിടെ C1 ഇസ് ഈക്വൽ ടു 1 കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ കൊടുക്കുമ്പോൾ sin π/2 ദാറ്റ് ഇസ് 1 ആണ്. അപ്പോൾ C2 മൈനസ് C3 ഇസ് ഈക്വൽ ടു 0 എന്ന് വരും. C2 മൈനസ് C3 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? C2 ഇസ് ഈക്വൽ ടു C3 എന്നാണ്. C2 മൈനസ് C3 ഇസ് ഈക്വൽ ടു 0 മീൻസ് C2 ഇസ് ഈക്വൽ ടു C3. ഇനി ഈ ഇക്വേഷനിൽ നമ്മൾ C1ന്റെ വാല്യൂം C2ന്റെ വാല്യൂം കൊടുക്കുകയാണ്. അപ്പോൾ എന്താ? C1 ഇസ് ഈക്വൽ ടു 1 എഴുതാം, പ്ലസ് C2 അങ്ങനെ തന്നെ എഴുതി, പ്ലസ് C3യുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? C2 കൊടുക്കാം, ദാറ്റ് ഇസ് ഈക്വൽ ടു 1 വരും. അതുപോലെ തന്നെ 1 പ്ലസ് 2C2 ഇസ് ഈക്വൽ ടു 1 വരും. 2C2 ഇസ് ഈക്വൽ ടു 1 മൈനസ് 1 വരും. C2 ഇസ് ഈക്വൽ ടു ദിസ് ഇസ് ഈക്വൽ ടു 0. C2 ഇസ് ഈക്വൽ ടു 0/2 ദാറ്റ് ഇസ് 0. C2ന്റെ വില നമുക്ക് എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. അതുപോലെ തന്നെ ഈ വില C1 ഇസ് ഈക്വൽ ടു 1 ആണ്, C2 ഇസ് ഈക്വൽ ടു 0 ആണ്. അത് ഈ ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വരിക C1ന്റെ വില 1 കൊടുക്കുക, പ്ലസ് C2 എന്താണ് ഇവിടെ? 0 ആണ്, പ്ലസ് C3 ഇസ് ഈക്വൽ ടു 1 വരും. Therefore C3 ഇസ് ഈക്വൽ ടു വി റൈറ്റ് 1 മൈനസ് 1 ദാറ്റ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ C3യുടെ വില എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. അപ്പം നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? C1 ഇസ് ഈക്വൽ ടു 1, C2 ഇസ് ഈക്വൽ ടു 0, അതുപോലെ തന്നെ C3 ഇസ് ഈക്വൽ ടു 0 എന്നാണ് വരുന്നത്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ഇതിന്റെ കോർഡിനേറ്റ് G1ന്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് G1 സ്ക്രിപ്റ്റ് B ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? മെട്രിക്സ്. ആദ്യം C1ന്റെ വില എന്താണ്? C1 C2 C3 എന്നാണ് കോളം വൈസിൽ എഴുതേണ്ടത്. C1ന്റെ വില 1 ആണ്, 1 എഴുതി. C2 0 ആണ്, C3യുടെ വില 0 ആണ്. ഇതായിരിക്കും ഒരെണ്ണം. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ G2നും G3ക്കും കാണാം. G2 is equal to cos x എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് നേരത്തെ പോലെ തന്നെ G2 is equal to cos x that is equal to C1F1 plus C2F2 plus C3F3 എന്ന് എഴുതാം. ഓക്കെ, ഇനി C1F1 plus C2F2 plus C3F3നെ അറേഞ്ച് ചെയ്ത പോലെ തന്നെ, നേരത്തെ അറേഞ്ച് ചെയ്ത പോലെ തന്നെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക C1 plus C2 plus C3 cos x plus I into C2 minus C3 sin x എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ cos x ആണല്ലോ, cos x is equal to എന്ന് പറഞ്ഞിട്ട് ഇത് എഴുതാം. ഇനി കമ്പയർ ചെയ്യാണ് ബോത്ത് സൈഡ് കമ്പയർ ചെയ്യുമ്പോൾ cos x ന്റെ കോഎഫിഷ്യന്റ് ഇവിടെ എന്താ വരുന്നത്? C2 plus C3 ആണ്. അപ്പോൾ നമുക്ക് എഴുതാം C2 plus C3 is equal to 1 എഴുതാം. അതുപോലെ C1 ആണ്, C1 എന്താണ്? കോൺസ്റ്റന്റ് ആണ്, ഇവിടെ കോൺസ്റ്റന്റ് 0 ആണല്ലോ. അപ്പോൾ C1 is equal to 0 എന്ന് എഴുതാം. അതുപോലെ തന്നെ ഇമാജിനറി പാർട്ട് ഈ ഭാഗത്തില്ല, അപ്പോൾ നമുക്ക് വരിക C2 മൈനസ് C3 ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി ഇത് സോൾവ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് വരിക C2 മൈനസ് C3 ഈക്വൽ ടു 0 എന്ന്, C2 ഈക്വൽ ടു C3 എന്ന് എഴുതാം. ഇനി ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? C2 പ്ലസ് ഇവിടെ C3ക്ക് എന്ത് കൊടുക്കാം? C2 ഈക്വൽ ടു 1 എന്ന് കൊടുക്കാം. 2C2 ഈക്വൽ ടു 1 വരും. C2 ഈക്വൽ ടു 1/2 എന്ന് വരും. അപ്പൊ C2ന്റെ വില അറിയാം, C1ന്റെ വില അറിയാം. C3 എന്താ? C2 ഈക്വൽ ടു എന്താ? C3 എന്നാണ്. അപ്പൊ നമുക്ക് ഇവിടുന്ന് പറയാം C3 ഈക്വൽ ടു C2 തന്നെയാണല്ലോ, അപ്പൊ 1/2 എന്ന് എഴുതാം. ഇനി നമുക്ക് കോർഡിനേറ്റ് എഴുതാം. G2 സ്ക്രിപ്റ്റ് B ഈക്വൽ ടു മെട്രിക്സ് C1ന്റെ വില 0, C2ന്റെ വില 1/2, C3ന്റെ വില 1/2. അപ്പോൾ കോർഡിനേറ്റ്സ് ആയിട്ട് വരിക മെട്രിക്സ് 0, 1/2, 1/2. ഓപ്ഷനിൽ G3 തന്നിട്ടുണ്ട്. G3 is equal to sin x ആണ്. ഇതേപോലെ നേരത്തെ പോലെ തന്നെ ചെയ്യാം. sin x is equal to C1F1 plus C2F2 plus C3F3 എന്ന് എഴുതാം. ഓക്കെ, നേരത്തെ പോലെ നമ്മൾ F1 F2 F3 ഒക്കെ കൊടുത്ത് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് ഇവിടെ C1 plus C2 plus C3 cos x plus I into C2 minus C3 sin x എന്ന് വരും.
ഇനി കമ്പയർ ചെയ്യാണ്. ഈ ഭാഗത്ത് സൈൻ എക്സ് ആയിരിക്കുമല്ലോ ഉണ്ടാവുക. അപ്പൊ സൈൻ എക്സിന്റെ കോഎഫിഷ്യന്റ് എന്താ ഇവിടെ വരുന്നത്? സൈൻ എക്സിന്റെ കോഎഫിഷ്യന്റ് ഐ ഇൻറ്റു C2 മൈനസ് C3 ആണ്. അപ്പൊ നമുക്ക് വരിക ഐ ഇൻറ്റു C2 മൈനസ് C3 ഈക്വൽ ടു എന്ത് വരും? 1 എന്ന് വരും അല്ലെ? സൈൻ എക്സ് അല്ലേ, രണ്ട് ഭാഗം സൈൻ എക്സ് വരുമ്പോൾ ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 1 എന്ന് വരും. അതുപോലെ കോസ് എക്സിന്റെ ടേം അവിടെ ഇല്ലേ, അപ്പൊ 0 ആയിട്ട് കൊടുക്കാം. C2 പ്ലസ് C3 ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം. C2 പ്ലസ് C3 ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം. അതുപോലെ കോൺസ്റ്റന്റ് ടേം C1 എന്ന് പറയുന്ന ടേം ഇവിടെ ഇല്ല, അപ്പൊ നമുക്ക് എന്ത് എഴുതാം? C1 ഇസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം. ഇവിടെ C1 ഇസ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള C2 C3 കാണണം അല്ലെ? അപ്പോൾ ഇവിടെ ഈ ഇക്വേഷൻ നോക്കുക, I ഇൻറ്റു C2 മൈനസ് C3 ഇസ് ഈക്വൽ ടു 1. സോ വി റൈറ്റ് ഇറ്റ് ആസ് C2 മൈനസ് C3 ഇസ് ഈക്വൽ ടു 1 ബൈ I എന്ന് എഴുതാം. ഒന്നുകൂടി ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും I ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ I ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? I ഡിവൈഡഡ് ബൈ I സ്ക്വയർ ദാറ്റ് ഇസ് ഈക്വൽ ടു I ഡിവൈഡ് ബൈ I സ്ക്വയർ മൈനസ് 1 ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് I എന്ന് വരും. അപ്പോൾ C2 മൈനസ് C3 ഇസ് ഈക്വൽ ടു മൈനസ് I എന്ന് കിട്ടും. ദാറ്റ് ഈസ് വി റൈറ്റ് C3 മൈനസ് C2 ഇസ് ഈക്വൽ ടു എന്ത് കൊടുക്കാൻ പറ്റും? I എന്ന് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് എഴുതാം മൈനസ് C2 പ്ലസ് C3 ഇസ് ഈക്വൽ ടു I. മൈനസ് C2 പ്ലസ് C3 ഇസ് ഈക്വൽ ടു I. ഈ രണ്ട് ഇക്വേഷനും ഓക്കെ ബോക്സിലാക്കിയിട്ടുള്ള രണ്ട് ഇക്വേഷനും സോൾവ് ചെയ്യാം. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ വരും? C2 പ്ലസ് C3 ഇസ് ഈക്വൽ ടു 0 എന്ന് ആദ്യത്തെ ഇക്വേഷൻ, പിന്നെ മൈനസ് C2 പ്ലസ് C3 ഇസ് ഈക്വൽ ടു I എന്ന് വരും. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? 2C3 ഇസ് ഈക്വൽ ടു I എന്ന് വരും. ദാറ്റ് ഇംപ്ലൈസ് C3 ഇസ് ഈക്വൽ ടു I ബൈ 2 എന്ന് വരും. ഓക്കെ, C3യുടെ വില എന്ത് കിട്ടും? I ബൈ 2 എന്ന് കിട്ടും. ഇനി ഈ ഇക്വേഷനിൽ C2 പ്ലസ് C3 ഇസ് ഈക്വൽ ടു 0 ആണ്. സോ വി റൈറ്റ് C2 ഇസ് ഈക്വൽ ടു മൈനസ് C3 എന്ന് എഴുതാം. C3യുടെ വില അറിയാലോ, I ബൈ 2 ആണെന്ന്. അപ്പോൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാം നെഗറ്റീവ് I ബൈ 2 എന്ന് വരും. അതായത് C2 ഇസ് ഈക്വൽ ടു നെഗറ്റീവ് I ബൈ 2 എന്ന് വരും. അപ്പോൾ C1 കിട്ടി, C2 കിട്ടി, C3 കിട്ടി. C1 0 ആണ്, C2 നെഗറ്റീവ് I ബൈ 2 ആണ്, C3 I ബൈ 2 ആണ്. അപ്പോൾ എങ്ങനെയാണ് അതിന്റെ കോർഡിനേറ്റ് എഴുതുക? നമുക്ക് വരിക G3 സ്ക്രിപ്റ്റ് B. ഓക്കെ, സ്ക്രിപ്റ്റ് B ഇസ് ഈക്വൽ ടു മെട്രിക്സ് C1 0 ആണ്, C2 മൈനസ് I ബൈ 2 ആണ്, C3 എന്ന് പറയുന്നത് I ബൈ 2 ആണ്. That is we write G3 script B is equal to matrix 0 negative I by 2 I by 2 എന്ന് എഴുതാം. ഇപ്പം നമുക്ക് കിട്ടിയിട്ടുള്ളത് G1 script B is equal to matrix 1 0 0, G2 script B is equal to 0 1 by 2 1 by 2, G3 script B is equal to 0 matrix 0 negative I by 2 I by 2. Here we have to find an invertible matrix 3 by 3 matrix. Okay, so we write the required matrix P is equal to matrix. നമുക്ക് ഇത് കമ്പൈൻ ചെയ്തിട്ട് എഴുതാം. അതായത് ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് 1 0 0 വരും, സെക്കൻഡ് കോളം 0 1 by 2 1 by 2, തേർഡ് കോളം 0 നെഗറ്റീവ് I by 2 I by 2. ഇതാണ് റിക്വയർഡ് ഇൻവെർട്ടിബിൾ മെട്രിക്സ് P എന്ന് പറയുന്നത്. ഓക്കെ, P is equal to മെട്രിക്സ് 1 0 0 0 1 by 2 1 by 2 0 നെഗറ്റീവ് I by 2 I by 2. ക്ലിയർ ആണല്ലോ?